നീലേശ്വരത്തെ സൂര്യാസ്തമയമായത് കണ്ടോ. തേജസ്വിനി പുഴ ശാന്തമായിട്ടൊഴുകുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്താ ഇവിടെയെന്ന്. കല്യാണത്തിന് വന്ന കാര്യം പറഞ്ഞില്ലേ കാസർഗോഡ്, അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണേ. കണ്ടു, ഒരു നടപ്പാലം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ 2018 പ്രളയം വന്നപ്പോൾ അത് തകർന്നുപോയി. ആഹാ അമ്പിളി അമ്മാവ താമരക്കുമ്പിളിലെന്തുണ്ട്. അമ്പിളിമാമനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയൊന്നും അല്ല കേട്ടോ. ഇവിടെ ഈ ഗോകുലം ഗ്രൂപ്പിൻ്റെ നളന്ദ റിസോർട്ടിലാണ് ഞങ്ങൾക്ക് താമസം സെറ്റാക്കിയത്. അപ്പോൾ അതിങ്ങോട്ടേക്ക് വന്നതാണ്. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ അടിപൊളി ആംബിയൻസാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഭാഗത്തൊരു തിരക്കുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ബാർ അറ്റാച്ച്ഡാണ്, അവിടെ ബാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ചേട്ടനെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ ബാക്കി സമയം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ്. തേജസ്വിനി പുഴയുടെ തീരത്ത് ഒരു റിസോർട്ട്, അടിപൊളി. നല്ല പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് കണ്ടോ, ഇതാണ് അവരുടെ വിസിറ്റേഴ്സ് ലോബി. നീറ്റ് ആൻഡ് ക്ലീൻ. റിസപ്ഷൻ ഇതവർ ഭരണി ഏതാണ്ട്. കൊള്ളാം. അക്വേറിയം. ഇത് എൻ്റെ ബാക്ക് സൈഡ് വ്യൂവാണ്. പച്ച പരവതാനി വിരിച്ചെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. ഞാനാണെങ്കിൽ എൻ്റെ ഷൂ ഒരിടം തൊട്ട് നോക്കി കേട്ടോ, ഇനി വല്ല പ്ലാസ്റ്റിക് വല്ലതും ആണോന്ന്. ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേ, പക്ഷേ അതല്ല കേട്ടോ, ഒറിജിനൽ സംഭവമായിരുന്നു. ആ പച്ച ബൾബോട് ഇടുമ്പം അതിനൊരു ഭംഗിയുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് രാത്രിയിൽ മാനത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്പിളിയമ്മാവനെ നോക്കി. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ടാവും. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇപ്പിന്നെ കണ്ടോ, അതിനകത്തിരിപ്പുണ്ട് ദീപിച്ചേട്ടൻ കേട്ടോ. അതാണ് ഞങ്ങളുടെ റൂം. വിളി വന്ന് ഞാൻ ഓടിപ്പോവാം അങ്ങോട്ടേക്ക്. വേഗം വന്നാൽ റൂമിൽ കയറ്റാം, ഇല്ലെങ്കിൽ പുറത്ത് കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചീറിപ്പാഞ്ഞ് ഇങ്ങോട്ട് 111 ഞങ്ങളുടെ റൂം. നേരത്തെ കയറി ഉറങ്ങി. ഇതേ കണ്ടോ, കണ്ണടച്ചതേ ഉള്ളൂ, നേരം വെളുത്തു എന്ന് പറഞ്ഞ പോലായി. പകൽ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണേ. നല്ല റിസോർട്ടാണ്, നല്ല ആംബിയൻസാണ് കേട്ടോ. ദീപിച്ചേട്ടൻ റെഡി ആയിട്ടിരിക്കുക അടുത്ത ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സിംഗിൾ കോട്ടേജായിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കണമെങ്കിൽ അങ്ങനെ താമസിക്കാം. ഇത് റെഡി ആയിട്ടിരിക്കുക അടുത്ത ട്രിപ്പിന് വേണ്ടി.